ആർക്കും ആവാം, ഏത് അണ്ടനും അടകോടനും മന്ത്രിയാകാം. അവർ പറയുന്നത് എന്തെന്നും വിളിച്ചു പറയുന്നതെന്നും നമ്മൾ കേൾക്കേണ്ട അവസ്ഥ. ഒരു കാര്യം രോഹിണി കേൾക്കണം. താനൂർ ബോട്ടപകടമുണ്ടായി. ആ ബോട്ടപകടം ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യാമെന്ന മരുമകൻ മന്ത്രിയോടും ഈ തുറമുഖ വകുപ്പ് മന്ത്രിയോടും അവിടുത്തെ ഒരു ബോട്ടിലെ ഡ്രൈവർ പറഞ്ഞു അത്രേ, സാർ ഇവിടുത്തെ ബോട്ട് സർവീസ് നടത്തുന്നത് ശരിയായ രീതിയിലല്ല, ഇത് അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നടത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ മന്ത്രി, ഈ തുറമുഖ വകുപ്പ് മന്ത്രി അയാളുടെ മെക്കിട്ട് കയറി. നിങ്ങൾ വാർത്താ മാധ്യമങ്ങളാണ് അത്തരത്തിൽ വാക്ക് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള ചർച്ചകളിൽ ഞാൻ ഈ മെക്കിട്ട് കയറി എന്ന പദം ഒന്ന് ഉപയോഗിച്ചു. അന്ന് ഈ തട്ടം വിവാദം കേരളത്തിൽ കൊണ്ടുവന്ന് പ്രശസ്തനായ അനിൽകുമാർ എന്ന് പറയുന്ന അദ്ദേഹം ആ ചർച്ചയിൽ പറഞ്ഞത് എത്ര മോശമായ പരാമർശമാണ് ഈ വ്യക്തി നടത്തുന്നത്, ഇങ്ങനത്തെവരെയാണോ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്? ഈ മെക്കിട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മോശം പരാമർശമാണോ രോഹിണി? അപ്പം മറ്റുള്ളവർ പറയുന്ന വാക്കുകളിലെ നാനാർത്ഥങ്ങളെ കീറി മുറിച്ചുകൊണ്ട് അവരെ ബത്സിക്കാൻ തയ്യാറാവുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ ആദ്യം തന്നെ ഇത്തരം വിടുവായത്തരങ്ങൾ പറയുന്ന മണിയെ പോലുള്ളവരെ നിയന്ത്രിക്കണം, സജി ചെറിയാനെ പോലുള്ളവരെ നിയന്ത്രിക്കണം. ഇപ്പോൾ രോഹിണി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനെന്ന നികുതിദായകൻ പറയുന്നു, അല്ലെങ്കിൽ എന്നെ പോലുള്ളവർ പറയുന്നു, എന്നെ ഭരിക്കുന്നവർ സാംസ്കാരിക ബോധമുള്ള ഒരു വ്യക്തിയായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ സജി ചെറിയാൻ അതിനുള്ള അർഹതയുണ്ടോ? എന്നെ ഭരിക്കുന്നവർ സദാചാര ബോധമുള്ള വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാറും ഈ AK ശശീന്ദ്രനും അതിന് അർഹതയുണ്ടോ? അതുപോലെ തന്നെ എന്നെ ഭരിക്കുന്ന വ്യക്തിക്ക് അത്യാവശ്യ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞാൽ ഈ മണി എന്നെ ഭരിച്ചു പോയതാണ്, അത് ജനങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞാൽ അത് പറയാൻ എനിക്ക് അവകാശമുണ്ടോ? അത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായാലും അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന CPM ആയാലും ഇത്തരം വിടുവായത്തരങ്ങളെ അപ്പോഴപ്പോൾ നിയന്ത്രിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഈ വാമൊഴി വഴക്കം, പിണറായി വിജയൻ്റെ ഭാഷയിലെ വാമൊഴി വഴക്കം കേൾക്കാത്തവരാരാളുള്ളത്? ചെറ്റ. ആരെയെ വിളിച്ചത്? മാത്യു കുഴൽനാടനെയും പ്രതിപക്ഷ നേതാവിനെയും. ഇത് കേൾക്കേണ്ടവരാണോ അവർ? അല്ല. അത് കഴിഞ്ഞപ്പോൾ എന്താ, പെമ്പിള ഒരുമയിലുള്ളവർക്ക് കേട്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹത്തിന് ആരും എന്തും വിളിക്കാം. ഇത്തരം പരാമർശങ്ങളും ഇത്തരം വിരോധാഭാസപരമായിട്ടുള്ള അസഭ്യങ്ങളും പറഞ്ഞപ്പോൾ ഒരു മൃഗത്തിൻ്റെ ചിത്രവും ഇദ്ദേഹത്തിൻ്റെ ചിത്രവും ശാരീരികമായ സാമ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സമൂഹ മാധ്യമത്തിൽ വന്നപ്പോൾ അതിട്ടവരെ അങ്ങേയറ്റം അവഹേളിക്കാൻ ഇദ്ദേഹത്തിന് കൈയടിച്ച് പ്രോത്സാഹിക്കുന്നവർ തയ്യാറായി. അത് അവരുടെ അവകാശമാണെന്ന് ഇവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ജനനം കൊണ്ടൊരു വ്യക്തിക്കുള്ള വൈകല്യങ്ങളെ അങ്ങേയറ്റം അപഹസിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ഞാൻ അതിനെ തെറ്റായിട്ട് തന്നെ കണ്ടിട്ട് ഞാൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ട വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ ചെയ്തവരെ ബത്സിക്കാൻ ഇദ്ദേഹത്തിന് കൈയടിക്കുന്നവർക്ക് എന്ത് അവകാശമാണുള്ളത്? അത് അവരുടെ ഇത് MM മണിയുടെ അവകാശമാണ് അദ്ദേഹത്തിന് എന്തും പറയാനുള്ളത് എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ അത്? അപ്പോൾ ഇത് നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു. ഇതിൻ്റെ തെറ്റുകാരായിട്ട് നമ്മൾ കാണേണ്ടത് CPM നേതൃത്വത്തെയാണ്. നമ്മൾ ഹൈക്കോടതി ജഡ്ജിമാരായ പരമോന്നത പദവിയിലിരിക്കുന്നവരെ ശുംഭന്മാർ എന്ന് വിളിച്ചവരെയും തിരുത്തിയിട്ടില്ല ശ്രീ സുരേഷ് ബാബു. ഈ മണിയെയും തിരുത്തിയിട്ടില്ല, സജി ചെറിയാനെയും തിരുത്തിയിട്ടില്ല, G സുധാകരനെയും തിരുത്തിയിട്ടില്ല. തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള പാഠം ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും പഠിക്കാത്ത നിങ്ങൾക്ക് രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന 2 സീറ്റ് കൂടി നഷ്ടപ്പെട്ടിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ രോഹിണി.